യൂട്യൂബറും ലൈവ് സ്ട്രീമറുമായ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള മമ്മു ഇപ്പോൾ മമ്മുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മലപ്പുറം മഞ്ചേരി പോലീസാണ് മമ്മുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ തൊപ്പി ഗ്യാങ്, അതായത് MRZ ഗ്യാങ് എന്ന് പറയുന്നത് ഒരു സമയത്ത് ഈ ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ വലിയ കാഴ്ചക്കാരുള്ള സംഘമായിരുന്നു. ഈ തൊപ്പി, മമ്മു, ജാസി, ഷമീർ എന്ന് പറയുന്ന ഈ 4 അംഗ സംഘം വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ കാഴ്ചക്കാരുള്ള ഒരു സംഘമായിരുന്നു. അതിനിടയ്ക്കാണ് ഈ സംഘം തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തൊപ്പി എന്ന് പറയുന്ന അയാളും അതോടൊപ്പം തന്നെ ഈ ബാക്കി വരുന്ന മമ്മു, ജാസി, ഷമീർ എന്നിവരും 2 വിഭാഗമായി തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം തൊപ്പിക്കെതിരെ ഈ 3 പേരും ഒരു 4 മണിക്കൂർ ലൈവ് സ്ട്രീമിംഗ് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനകത്താണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്കെതിരെ, അതായത് ഇവരുമായി ബന്ധമില്ലാത്ത, ഇവരുടെ ഈ സംഭവങ്ങളിലൊന്നും തന്നെ ഉൾപ്പെടാത്ത പുറത്തു നിന്നുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പരാമർശം നടത്തുന്നത്. അത് ലൈവ് സ്ട്രീമിങ്ങിലായിരുന്നു. അതായത് ഈ തൊപ്പി മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്ത ഈ വീഡിയോക്കകത്തായിരുന്നു ഇത്തരത്തിൽ ഇവരുമായി ബന്ധമില്ലാത്ത പുറത്തുനിന്നുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഗായകൻ ഹനാൻ ഷാ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. കാരണം ഈ ഹനാൻ ഷായുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ സുഹൃത്തിൻ്റെ ഒരു ഭാര്യയായിരുന്നു ഇത്തരത്തിൽ മോശമായ രീതിയിൽ ഇവർ പരാമർശം നടത്തിയിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ആണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ ഈ 4 അംഗ സംഘത്തിൽ നിന്നുള്ള ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ മമ്മുവിൻ്റെ അറസ്റ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മമ്മുവിനെ കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് മലപ്പുറം മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇന്ന് രാവിലെയോടെയാണ് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് 4ാം പ്രതിയാണ് ഈ മമ്മു. നിഹാൽ എന്ന തൊപ്പി, അതോടൊപ്പം തന്നെ ജാസി, ഷമീർ എന്നിവർ ഇനി പിടിയിലാകാനുണ്ട്. തൊപ്പി ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ മമ്മു നേരത്തെ തന്നെ ഇത്തരത്തിൽ ചില വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നു. ലൈവ് സ്ട്രീമിംഗ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ അടുത്ത വീട്ടിലെ ഒളിഞ്ഞു നോക്കിയെന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില പരാമർശങ്ങൾ നടത്തുകയും വിവാദങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതായിരുന്നു. അതിനുശേഷമാണ് ഈ നിഹാലും ഇവർ 3 പേരും തമ്മിൽ തെറ്റുന്നതും പിന്നീട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പ്രത്യാരോപണങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തൊപ്പിയെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ 4 മണിക്കൂർ നീണ്ട ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്കെതിരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ മറ്റും നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഉടൻ അറസ്റ്റിലാകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്.